In this special report on Kan Kan Mein Ram, we take you to the serene banks of Karvanur River, where devotion meets divinity at the Triprayar Sri Ramaswamy Temple in Kerala. Join us as we unravel the sacred tales that echo through centuries. In the heart of Kerala lies the temple, a spiritual heaven where devotees seek blessings from Lord Ram, the seventh incarnation of Vishnu. Legend has it that the very idol here was once worshipped by Krishna in the ancient city of Dwarka, adding a distinct aspect of sanctity to this sacred place. Triprayar is a harmonious symphony of divinity with shrines dedicated to Shiva, Ganesha, Shashtha, Krishna, Hanuman and Chatham. But let's dive into the enchanting story of how the Murtis once worshipped by Sri Krishna in Dwarka found their way to Triprayar in Kerala. It is believed that the idols of Ram, Bharat, Lakshman and Shatrughna were the puja idols of Lord Sri Krishna. ഭാരതത്തിൽ ശ്രീരാമക്ഷേത്രങ്ങൾ ധാരാളമുണ്ടെങ്കിലും തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹം പിൽക്കാലത്ത് കടലെടുത്ത് ആ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ഒരു യുഗത്തിൽ ഒരു ദേവനാൽ ആരാധിക്കപ്പെട്ട വിഗ്രഹം അത് പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. അത് ശ്രീപ്രിയ എന്ന പുണ്യനദിയാണ് ദേവൻ്റെ അഭിമുഖമായി ഒഴുകുകയും അവിടെ തന്നെ മത്സ്യൂട്ട് നടത്തുന്നു. The entire nation is buzzing with excitement over another monumental event, the Ram Temple in Ayodhya. ഭാരതത്തിൽ എന്തായാലും ഈ സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഓരോ കാര്യങ്ങളിലും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമൻ്റെ ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അയോധ്യയിലും മറ്റുള്ള ക്ഷേത്രങ്ങളിലും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഹിന്ദു എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു അഭിമാനം തന്നെയാണ്, സംശയമില്ല. Beyond its regular devotees, Triprayar is a crucial part of the Nalambala pilgrimage during Karkadakam. This pilgrimage symbolizes the importance of healthy family relationships, echoing the righteous relations among the four brothers, Ram, Lakshman, Bharat and Shatrughna, as depicted in the Ramayana. പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗത്തിൽ നമ്മുടെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട നാലമ്പല ദർശനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ വിശദമായി വിവരിക്കുകയുണ്ടായി. അപ്പോൾ അത് നമ്മൾ മറ്റു ക്ഷേത്രങ്ങളുമായിട്ട് തൃപ്രയാർ സ്വാമി ക്ഷേത്രത്തിലെ നാലമ്പല ദർശനം ബന്ധിപ്പിക്കുന്നതോടനുബന്ധിച്ച് ഈ മേഖലയിലൊട്ടാകെ പ്രത്യേകിച്ചും കേരളത്തിലുള്ള എല്ലാ ശ്രീരാമ ഭക്തന്മാരെയും ഒന്നിപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമായി പറയുകയുണ്ടായി. 2014 മോദിജി ഗവൺമെൻറ് ഉയർന്നു വന്നതോടുകൂടി ഹിന്ദു സമൂഹത്തിനെയും ഹിന്ദു ഭക്തരെയും ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ രാമഭൂമി വീണ്ടും അതിലേറെ ഭംഗിയോടുകൂടി അതിലേക്ക് വീണ്ടും സ്ഥാപിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ BJPക്കും മോദിജി ഗവൺമെൻറ്റിനും വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. BJP മോദി സർക്കാർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഭാരതത്തിൻ്റെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ് ഏറ്റെടുക്കുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് പാർട്ടികൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളൊരു കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഭൂരിപക്ഷത്തെ തീർച്ചയായും അവഗണിച്ചുകൊണ്ടാണ് അവർ ഈ പ്രവർത്തികളായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് അവർക്ക് ഭാവിയിൽ അത് നല്ലതല്ല. പ്രധാനമന്ത്രിയുടെ ആ ഒരു ഉദ്യമം അല്ലെങ്കിൽ അതൊരു വലിയൊരു വിജയത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ്. അപ്പം അത് എന്തായാലും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, ഓരോ ചെറിയ പണികൾ ചെയ്ത ആൾക്കാർക്കും ഈ ഭാരതത്തിലല്ല ലോകത്തിലെ എല്ലാവർക്കും അതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Stay tuned for the next episodes
where we explore the temples dedicated to the other three sons of King Dashrath, Lakshman, Bharat, and Shatrughna, in the land known as God's own country, where local beliefs echo the deep reverence for Sri Ram. We realize that Kerala is also no different, but deeply connected to the rich tapestry of Hindu culture and beliefs.